ലോകരക്ഷകനായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചതിൻ്റെ പുണ്യസ്മരണയാണ് ക്രിസ്തുമസ് എന്ന് നമുക്കറിയാം. ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സന്ദേശം എന്നത്. അതായത് മാനുഷികതയ്ക്ക് ദൈവികതയോളം മഹത്വം ഈ ഒരു തിരുപ്പിറവിയിലൂടെ ദൈവം നൽകുകയാണ്. അതുകൊണ്ട് ഇനിമേൽ മനുഷ്യന് ദൈവത്തോളം മഹത്വം ദൈവം തന്നെ നൽകിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ മുഖത്ത്, ചുറ്റുവട്ടമുള്ളവരുടെ മുഖത്ത് ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും അവരുടെ സങ്കടങ്ങളിൽ ദൈവീകതയുടെ സ്പർശം തിരിച്ചറിയാനും കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുമസിൻ്റെ സന്ദേശം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ആ വലിയ സത്യത്തെ നമുക്ക് ഈ ക്രിസ്തുമസ് നാളിൽ ധ്യാനിക്കാം. രണ്ടാമതായി ക്രിസ്തുമസ് നൽകുന്ന വലിയ സന്ദേശം സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്നത് മാത്രമേ ദൈവീകമായ സന്തോഷമാവുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളൊക്കെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് ഒതുങ്ങുകയും നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ പൂരണത്തിന് വേണ്ടി മാത്രമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത്. എന്നാൽ ക്രിസ്തു നമുക്ക് തരുന്ന സന്തോഷത്തിൻ്റെ പ്രത്യേകത അതെല്ലാവർക്കും സന്തോഷം നൽകുന്നത്. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നവ അവരന് വേണ്ടിയും അവരനും കൂടി സന്തോഷമാകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവില്ലാതെ പോകുമ്പോഴാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടി, എൻ്റെ മതവിശ്വാസം, എൻ്റെ കുടുംബക്കാർ, എൻ്റെ നിലപാടുകൾ എന്നുള്ള ചുരുങ്ങിയ ചക്രവാളങ്ങളുമായി നമ്മൾ ജീവിക്കുകയും സമൂഹത്തിൽ ഭിന്നതയും അസ്വസ്ഥതയും സംജാതമാകുന്നത് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. ക്രിസ്തുവിനെ കണ്ടെത്തിയ ആട്ടിടയന്മാരുടെ മനസ്സ് നമുക്ക് ആർജിച്ചെടുക്കാം. കാരണം അവർ സ്വന്തമായുണ്ടായിരുന്ന ഒരു തൊഴുത്ത് ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്ത് വയലിൽ പോയി തീ കാഞ്ഞിരുന്ന ആ ആട്ടിടയന്മാരൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നല്ല ദാനം ചെയ്യേണ്ടത്, മറിച്ച് ഇല്ലായ്മകളിൽ നിന്ന് നമ്മൾ അവരന് ഇടം കണ്ടെത്തി കൊടുക്കുമ്പോൾ അത് നല്ല മനസ്സുള്ളവരുടെ ലക്ഷണമാണ് എന്നും അപ്രകാരം നല്ല മനസ്സുള്ളവർക്ക് വേണ്ടി ദൈവം തരുന്ന സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുമസ് എന്നുമുള്ള സത്യം നമുക്ക് ഗ്രഹിക്കാം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഉണ്ണിമിശിഹ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിക്കട്ടെ.